ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഞാൻ എന്തൊക്കെ സ്കിൻ കെയറിന് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ല, ക്രീമുകളൊന്നും അല്ല, അല്ലാതെ ടൂൾസ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. സോ വലിയ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് ടൂൾസ് ഉണ്ട്. കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് നല്ല ടൂൾസ് ഉണ്ട്. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, സംഭവം ഗ്വാഷയാണ്. ഇതെൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ചധികം നാളായിട്ടുണ്ട്. നിങ്ങൾ ഗ്വാഷ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മെറ്റൽ ഗ്വാഷ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോൺ ഗ്വാഷയൊക്കെ എപ്പോഴും പൊട്ടുന്ന സാധനമാണ്. എനിക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ സ്റ്റോൺ ഗ്വാഷ ഓർഡർ ചെയ്ത് സാധനം ഡെലിവറായി അപ്പം തന്നെ വീണ് പൊട്ടി. അത് പാക്കേജിൽ തുറന്നിട്ട് കൂടിയില്ല, അങ്ങനെ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഇതുപോലത്തുള്ള സ്റ്റീൽ ഗോഷാസ് ആണ് വാങ്ങിയത്. സ്റ്റീൽ അല്ലെങ്കിൽ മെറ്റൽ ഗോഷാസ് ആണ് വാങ്ങിക്കുന്നത്. ഇപ്പം ഇതറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഫേസൊക്കെ മസാജ് ചെയ്യാനും സ്കൾപ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്ന ടൂളാണ്. സ്കൾപ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഈ ഫേസിൻ്റെ ഈ ഭാഗത്ത് മാത്രമല്ല, കഴുത്തിലും കഴുത്തിൻ്റെ പുറകിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സ്കൾപ്റ്റ് ചെയ്യും. ജോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കൾപ്റ്റ് ചെയ്യാൻ ആക്ച്വലി മാറ്റം തോന്നിയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്കിടയ്ക്ക് ബ്ലോട്ടിംഗ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബ്ലോട്ടായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന എൻ്റെ ഈ ഏരിയയിലും ചീക്സിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് ബ്ലോട്ടിംഗ് ഒക്കെ ഒന്ന് ഇൻഫ്ലമേഷനൊക്കെ ഒന്ന് കുറച്ച് കാമാക്കാൻ ഇതെന്തായാലും ഹെൽപ്ഫുള്ളാണ്. എന്നുണ്ട് ഇങ്ങനെ ആക്കുക. ഞാൻ കഴുത്തിലോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. അതുപോലെ ഞാൻ ഈ ഏരിയയിലും അതുപോലെ നോസിലും ചിലപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ മുഖത്ത് ക്രീമെല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല, എന്നാലും ഇങ്ങനെയൊക്കെ സ്കൾപ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രോപ്പർ മെത്തേഡിൽ എന്തായാലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇങ്ങനെ ഒരുപാട് സ്കൾപ്റ്റിംഗ് ഇഷ്യൂസിന്, അതുപോലെ നെക്കിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിലും ഈ ഏരിയയിൽ ഇങ്ങനെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ, അവിടെ പെയിൻ ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഈ ഫോണിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കഴുത്തി വെക്കുമ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗോഷാണ്. നിങ്ങൾക്ക് ഇത് ആമസോണിലൊക്കെ സ്റ്റീലിൽ അല്ലെങ്കിൽ മെറ്റൽ ഗോഷാന്ന് അടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്കിത് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഐറ്റം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. എനിക്ക് മെയിനായിട്ട് ഞാൻ ആദ്യം കണ്ടത് എൻ്റെ അമ്മയുടെ പാർലറിലാണ്. സംഭവം ഒരു ജെല്ല് പോലെ ഒരു ഐറ്റമാണ്. ഇത് ഫ്രിഡ്ജ് വെച്ച് ഫ്രീസ് ആക്കുക, എന്നിട്ട് രാത്രിയൊക്കെ എല്ലാ പണിയൊക്കെ തീർന്നിട്ട് കണ്ണിലങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ ഭയങ്കര സുഖമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആയിരിക്കും. ഇതിങ്ങനെ ഹലോ ഇങ്ങനെ തലയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണി വെക്കുക. ഇതിനകത്തൊരു ജെല്ല് പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിലേക്ക് ഭയങ്കര കൂളിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് എന്തായാലും സൂപ്പറായിരിക്കും. എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ദിസ് വാസ് റിയലി ഗുഡ്. അതുപോലെ പണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആക്കിയാൽ കളിച്ചോണ്ടിരുന്നത്. ദിസ് ഈസ് ഈ ഒരു സാധനം കുറേ നാളായിട്ട് ഞാൻ വാങ്ങണം എന്ന് കരുതിയിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. LED ലൈറ്റ് മാസ്ക് ആണ്. ഈ LED ലൈറ്റ് മാസ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഓരോ കളേഴ്സിനും ഓരോ പർപ്പസാണ്. രാത്രിയൊക്കെ ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഞാൻ ഇത് മാസ്ക് വെച്ചിട്ട്, എനിക്കത് റീസെൻ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചുള്ളൂ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാം കൂടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇതും എൻ്റെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് ടൂൾസ് ആണ്. ഇതെനിക്ക് തോന്നുന്നു 1500-600 രൂപ എന്തോ ആയിരുന്നു ഇതിന്. സംഭവം കൊള്ളാം. പക്ഷെ രാത്രി എങ്ങാണ് ഈ സാധനം തൂങ്ങിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പേടിക്കും. അത്രയ്ക്കും ഊഹിക്കാമല്ലോ എന്തുകൊണ്ട് പേടിക്കും. ഇതിട്ടിട്ട് രാത്രി എന്നെ കാണുന്ന എല്ലാവരും പേടിക്കാറുണ്ട്. അതുകൊണ്ട് സാധനം കൊള്ളാം, പക്ഷെ പേടിക്കുന്നവരാണെങ്കിൽ വേണ്ട. ഓക്കെ, സാധനം കൊള്ളാം എന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പരിപാടിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ടതിന് ശേഷം മാത്രം ഞാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയുന്നതായിരിക്കും. ഇനി 100% കൊള്ളാം എന്ന് ഉറപ്പുള്ള ഒരു ഐറ്റമാണ്. ഇതാണ് മകനീയ സാധനം. ഈ ഒരു സാധനം നിങ്ങൾ ആമസോണിൽ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഇങ്ങനത്തെ സിലിക്കൺ മാസ്ക് ആണ്. ഈ ഒരു സാധനം ഞാൻ എന്തിനാ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ഹെവി ആയതുപോലെ ഡബിൾ ചെൻ വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ വെയിറ്റ് കൂടുമ്പോഴല്ല, ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഞാൻ ഈ സാധനം, അതുപോലെ ഞാൻ
തുറന്ന് ഉറങ്ങുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വാ തുറന്ന് ഉറങ്ങാറുണ്ട്. അപ്പം എനിക്കത് നമ്മൾ ഈ വാ തുറന്ന് ഉറങ്ങുന്ന സമയത്ത് ജോയുടെ ഒക്കെ ഷേപ്പ് നല്ല രീതിയിൽ മാറിയിട്ട് ഈ ജോ ഇങ്ങനെ ആവാനും ഇങ്ങനെ ഫേസ് ആവാനും ഉള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഇത്തിരി കൂടെ ഒരു റൗണ്ട്, ഇത്തിരി കൂടെ ഒരു എന്താ പറയുക, ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പോലും ഫീൽ ചെയ്യാത്ത രീതിയിലത്തെ ഒരു ഫേസ് ആയിരുന്നു. ഇങ്ങനെ കുറേ ഗ്വാഷ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്തതിനൊക്കെ ശേഷമാണ് ഇത്രയെങ്കിലും ഒരു ജോ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇൻഫ്ലമേഷനൊക്കെ ഉള്ളവർ ഇത് അത്യാവശ്യം നല്ലതായിരിക്കും. അതുപോലെ വാ തുറന്ന് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും ഹെൽപ്പ് ചെയ്യും. എനിക്ക് മൗത്ത് ടേപ്പ് അത്ര ഇഷ്ടമല്ല, കാരണം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇത് എനിക്കിഷ്ടം. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇത് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്കൊക്കെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പേടിക്കുന്നതല്ല, ഫേസ് നല്ല ടൈറ്റായിട്ട് വെക്കും. അപ്പം അത് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാൻ എല്ലാ ദിവസവും എനിക്ക് അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ല, എനിക്കൊരു സുഖമുണ്ട്. പോയിട്ട് കാണിച്ചത് ഇതിലൂടെ ചിന്നിന് വേണ്ടിയിട്ടൊരു ഹോളുണ്ട്. ഇങ്ങനെ ഒട്ടിക്കുക. ഓൾസോ ഇവിടെ 2 ടേപ്പ് ഉണ്ട്. ഇങ്ങനെ ഒട്ടിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് ടൈറ്റ്. അപ്പം ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ ടൈറ്റായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുന്നത്, കാരണം എനിക്ക് സംസാരിക്കണ്ടേ. അത് സോ അയ്യോ അപ്പം ഇങ്ങനെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. എന്താണെങ്കിലും രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. എന്നാലും സംഭവം അത്യാവശ്യം ഗുഡ് ഐറ്റം ആണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. കാരണം മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു സാധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആണ്. സോ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കാം. എന്നാലും സാധനം ഈസ് റിയലി ഗുഡ്. ഓക്കെ, ഇന്നത്തെ സിലിക്കോൺ ഒരുപാട് ക്ലോത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും സിലിക്കോണിൻ്റെ ആണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടം. ഇനി ഈ ഒരു ഐറ്റം ഇതെന്ന് പറയുന്നത് എൻ്റെ റീസെന്റ് പർച്ചേസ് ആണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിലിക്കോൺ സ്കാർ ഷീറ്റാണ്. സ്കാർ ടേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് മുഖത്ത് വെട്ടുകളോ പാടുകളോ സ്റ്റിച്ചിന്റെ പാടുകളോ അതുപോലെ കുരുവിന്റെ ഒരു പിമ്പിൾ പാച്ച് പോലെയൊക്കെ മാർക്ക് ചെയ്യും. ചെറുതായിട്ട്, വലുതായിട്ടില്ല, എന്നാലും ഒരു എന്താ പറയാ, ആക്നെ മാർക്സ് ഒക്കെ ഉള്ളവർക്ക് ഈ സാധനം ഹെൽപ്ഫുൾ ആയിരിക്കും. സ്ട്രെച്ച് മാർക്ക് ഉള്ളവർക്കും ഹെൽപ്ഫുൾ ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സാധനം ബേസിക്കലി റീയൂസബിൾ ആണ്. ഒരു സിലിക്കോൺ ഷീറ്റ് ടേപ്പ് പോലാണ് ഈ ഐറ്റം. ജസ്റ്റ് ഇത്തിരി കട്ട് ചെയ്യുക, രാത്രി കിടക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ അത് ആക്ച്വലി ഇതുവരെ യൂസ് ചെയ്തില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്നെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് രാത്രി മുതൽ ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം എന്നുള്ളത്. സംഭവം അത്രേ ഉള്ളൂ. നമ്മളിത് കട്ട് ചെയ്യുക, കട്ട് ചെയ്തിട്ട് നമുക്ക് എവിടാണ് പാടുള്ളത് അല്ലെങ്കിൽ എവിടാണ് ഈ ഒരു വരയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ ഒട്ടിച്ച് വെക്കും. രാവിലെ എണീ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സ്കിന്ന് പെട്ടെന്ന് ഹീലാവാൻ വേണ്ടി ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരുപാട് ഡെർമറ്റോളജിസ്റ്റുമാർ പറയുന്നത് ഞാൻ കേട്ടു. സോ ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ ടാറ്റൂലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം ഒട്ടിക്കുന്നത്. ടാറ്റൂൽ ഒട്ടിച്ചു കഴിഞ്ഞാലും ഹീലാവുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വെറുതെ ചെറിയൊരു പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് വേസ്റ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് റീയൂസബിൾ ആണെന്നാണ് ആമസോണിൽ കണ്ടത്. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ഒരുപാട് പറഞ്ഞലമ്പാക്കുന്നില്ല, എന്നാലും നോക്കാം. വെയിറ്റ്, യെസ്, പിച്ചി എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു സ്കാറാണ് വലുതായിട്ടുള്ളത്. ഈ ഒരു ആക്നെ സ്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി ആക്നെ സ്കാറുകളൊക്കെ കുറഞ്ഞു, നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, വളരെ ഫെയ്ഡ് ആയിട്ടാണ്. ഓ ഓ ഓ ചെറുതായിട്ടൊരു സ്കിന്ന് പോലൊക്കെ തന്നെ ഇരിപ്പുണ്ട്. എന്നാലും സ്കിന്ന് പോലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഈ സാധനം ഓവർനൈറ്റൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ സ്കാറൊക്കെ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച്, കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരു മാസമെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കട്ടെ, എന്നിട്ട് പറയാം. പിന്നെ ഒരുപാട് പേര് ആക്ച്വലി ഇത് പറഞ്ഞു നല്ലതാണെന്നുള്ളത്. സോ ഇതെനിക്ക് ഒരു ടൂളാണ്. പിന്നെ എൻ്റെ കയ്യിൽ വലിയ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് എല്ലാവരുടെയും കയ്യിലുള്ള ടൂൾസ് എന്ന് പറയാൻ വേണ്ടി ഫേഷ്യൽ റേസേഴ്സ് ഞാൻ ഇതുപോലത്തെ ഒരു ഫേഷ്യൽ റേസറാണ് യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതുപോലത്തെ ഒരു ഫേഷ്യൽ റേസർ എനിക്ക് അത്യാവശ്യം ഉപകാരമാണ്. അതുപോലെ ഫേസ് റേസറിന്റെ ഒരു ബ്രോണ്ട് ഒരു ഇലക്ട്രിക് ഫേഷ്യൽ റേസർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സംഭവം ബാറ്ററി ഒക്കെ തീർന്നുണ്ട്, ഏതോ എവിടെയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ യാതൊരു ഐഡിയ ഇല്ല എവിടെയാണ് ഇരിക്കുന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ടൂൾസ് സ്കിൻ കെയർ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരുപാടുണ്ട്. ടൂൾസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് പേര് ചോദിച്ചു ഞാൻ സ്കിൻ കെയർ എവിടെയാണ് വെക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം ഇതാണ് എൻ്റെ ഒരു ഷെൽഫിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത്. ഈ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. നമുക്കെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല ഷെൽഫൊക്കെ ഒന്ന് സെറ്റാക്കേണ്ട സമയമായിരിക്കുന്നു ഗൈസ്. എന്നാലും തൽക്കാലത്ത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേ പ്രോഡക്റ്റുകളൊക്കെ ഇന്നലെ എടുത്ത് കളയൊക്കെ ചെയ്തു. കുറേ എക്സ്പയർ ആയതും അങ്ങനെ ഒരുപാട് യൂസ്ഡ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം തീർത്ത് തൽക്കാലം വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാൻ മറക്കണ്ട. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. സോ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ബൈ.